ഹായ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മൾ സാധാരണ മൊബൈൽ ഉപയോഗിക്കുന്ന സമയത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മളെ ബുദ്ധിമുട്ടുണ്ടാക്കുന്നതാണ് നമ്മുടെ ബാറ്ററി പെട്ടെന്ന് തീർന്നു പോകുക, അതുപോലെ തന്നെ നമ്മുടെ നെറ്റ് ചാർജ് പെട്ടെന്ന് തീർന്നു പോകുന്നത്. അതിനുള്ള ചെറിയൊരു സൊല്യൂഷനാണ് ഞാൻ ഇവിടെ പറയുന്നത്. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും എല്ലാ ഫ്രണ്ട്സിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കാനും മറന്നു പോകരുത്. മൊബൈലിൽ നമുക്ക് ഏറ്റവും ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ബാറ്ററി പെട്ടെന്ന് തീർന്നു, അതുപോലെ തന്നെ നെറ്റ് പെട്ടെന്ന് തീർന്നു, അങ്ങനത്തെ പ്രശ്നം പരിഹരിക്കണമെങ്കിൽ നമുക്കൊരു അടിപൊളി ഒരു ഓപ്ഷൻ ഉണ്ട്. അതായത് നമ്മൾ നോക്കും, നമ്മൾ ഗൂഗിൾ ക്രോമിൽ നമ്മൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഇത്രത്തോളം വെബ്സൈറ്റുകളിലൊക്കെ നമ്മൾ കയറിയിട്ട് ഇതൊക്കെ ക്ലോസ് ചെയ്യാൻ വിട്ടുപോയിട്ടുണ്ട്. ഇതൊക്കെ നമ്മൾ ബാക്ക്ഗ്രൗണ്ടിൽ വർക്ക് ചെയ്യും. അതുപോലെ തന്നെ ഇവിടെ നമ്മൾ ആപ്ലിക്കേഷൻ ഇത്രയും ആപ്ലിക്കേഷൻസ് നമ്മൾ ഓപ്പൺ ചെയ്ത് വെച്ച് ഇതൊക്കെ നമ്മൾ ക്ലോസ് ചെയ്യാൻ വിട്ടുപോയതാണ്. അപ്പൊ ഇതൊക്കെ കാരണം നമ്മുടെ ബാക്ക്ഗ്രൗണ്ടിൽ നെറ്റും അതുപോലെ തന്നെ ബാറ്ററിയും തീരുന്നുണ്ട്. അത് ഒഴിവാക്കാൻ നമ്മൾ സെറ്റിംഗ്സിൽ ഒന്ന് പോവുക. സെറ്റിംഗ്സിന്റെ ആ ഗിയർ ഐക്കണിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് താഴേക്ക് സ്ക്രോൾ ഡൗൺ ചെയ്ത് വന്നു കഴിഞ്ഞാൽ ഏറ്റവും താഴേക്ക് വരുന്ന സമയത്ത് അടിപൊളി ഒരു ഓപ്ഷൻ ഉണ്ട്. ഇവിടെ നമുക്ക് കാണാൻ അബൌട്ട് ഡിവൈസ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണുന്നുണ്ട് അല്ലേ, അബൌട്ട് ഡിവൈസ്. ആ അബൌട്ട് ഡിവൈസിൽ ഒന്ന് ക്ലിക്ക് ചെയ്യാം. അബൌട്ട് ഡിവൈസിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഡിവൈസ് നെയിം കാണിക്കുന്നുണ്ട് അല്ലേ. അപ്പൊ ആ ഡിവൈസ് നെയിമിന്റെ മേലെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ വേർഷൻ കാണിക്കുന്നുണ്ട്. ആ വേർഷന്റെ മേലെ ഒന്ന് ക്ലിക്ക് ചെയ്യാം. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ സീരിയൽ വേർഷൻ നമ്പർ കാണിക്കുന്നുണ്ട്. ആ വേർഷൻ നമ്പറിന്റെ മേലെ ഒരു 7 to 8 ടൈംസ് 7-8 പ്രാവശ്യം ക്ലിക്ക് ചെയ്താൽ നമ്മുടെ ഫോണ് ഡെവലപ്പർ മോഡ് എന്ന് പറഞ്ഞ ഒരു മോഡിലേക്ക് മാറും. അത് മാറിയോ എന്ന് അറിയാൻ ജസ്റ്റ് ഒന്ന് ബാക്ക് ചെയ്യാം. ബാക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ കാണുന്നുണ്ട് അഡീഷണൽ സെറ്റിംഗ്സ് പറഞ്ഞ ഓപ്ഷൻ. ആ അഡീഷണൽ സെറ്റിംഗ്സിൽ ക്ലിക്ക് ചെയ്താൽ നമുക്ക് കാണാം നമ്മുടെ ഫോൺ ഡെവലപ്പർ മോഡിലേക്ക് മാറിയോ എന്നുള്ളത്. അവിടെ താഴേക്ക് സ്ക്രോൾ ഡൗൺ ചെയ്താൽ ഇവിടെ കണ്ടോ ഡെവലപ്പർ ഓപ്ഷൻസ് വന്നിട്ടുണ്ട്. അപ്പൊ നമ്മുടെ ഫോൺ ഡെവലപ്പർ മോഡിലേക്ക് മാറിയിട്ടുണ്ട്. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് താഴേക്ക് സ്ക്രോൾ ഡൗൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആപ്സ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും. ആപ്സ്, ആ ആപ്സ് ഇവിടെ കണ്ടില്ല ആപ്സ്. ആ ആപ്സിൽ ക്ലിക്ക് ചെയ്തിട്ട് ഡോണ്ട് കീപ് ആക്ടിവിറ്റീസ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണുന്നില്ലേ, അതൊന്ന് എനേബിൾ ചെയ്യുക. അത് എനേബിൾ ചെയ്ത് വെച്ചാൽ ഒരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഏതെങ്കിലും ആപ്ലിക്കേഷൻസ് 3-4 ഒക്കെ നമ്മൾ ഓൺ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഓട്ടോമാറ്റിക്കലി നമ്മുടെ ഉപയോഗം കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി അത് ഓഫ് ആയിക്കോളും. അതുകൊണ്ട് നമുക്ക് ബാറ്ററിക്ക് ലാഭിക്കാൻ പറ്റും. പക്ഷേ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണം, ഇത് ഒരേ സമയത്ത് ഒരു ആപ്ലിക്കേഷൻ മാത്രമേ വർക്ക്